ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് ചിത്തിര നക്ഷത്രത്തിൻ്റെ 2024 ആണ്ട് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ്. ഞാൻ ആദ്യമായി ഒന്ന് പറഞ്ഞോട്ടെ, ഇത് ചിത്തിര നക്ഷത്രക്കാരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതാണ് എന്തുകൊണ്ടെന്നുള്ളത്. ഈ പൊതുവായ ഫലത്തിലേക്ക് വരാം. ചിത്തിര നക്ഷത്രത്തിൽ പിറന്നവർക്ക് ഈ 2024 ആണ്ട് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലൊക്കെ ഗുണദോഷ സമ്മിശ്രത്തിൽ കുറച്ച് ദോഷഫലങ്ങൾ കൂടുതലായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ എടുത്തു പറയേണ്ടത്, മറ്റുള്ളവരുടെ കാര്യങ്ങളിലൊക്കെ അമിതമായിട്ട് അല്ലെങ്കിൽ അധികമായിട്ട് ഇടപെടുന്നത് പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കുന്നതാണ്, സംശയങ്ങൾക്കൊക്കെ വഴിയൊരുക്കും. ഇതിൽ മാതാപിതാക്കളുടെ സ്വത്തുക്കളൊക്കെ കൈവശം വന്ന് ചേരാൻ ചില ചിത്ര നക്ഷത്രക്കാർക്ക് യോഗമുണ്ട്. നിങ്ങൾക്ക് 3, 5, 9, 13, 17, 21, 25, 29. ഞാൻ ഒന്നുകൂടി പറയാം. 3, 5, 9, 13, 17, 21, 25, 29 എന്നീ തീയതികൾ ശുഭസൂചകമായിട്ട് കാണുന്നില്ല. നല്ല കാര്യങ്ങളൊന്നും ഈ സമയത്ത് ചെയ്യരുത്. ഈ ദിവസങ്ങളിൽ അർദ്ധരാത്രിയിലുള്ള യാത്രകളൊക്കെ കഴിയാവുന്ന ഒഴിവാക്കുക. എന്നാൽ ചില അനാവശ്യ ചിന്തകളൊക്കെ നിങ്ങൾ ഒഴിവാക്കേണ്ട സമയമാണ്. നിങ്ങൾ മനസ്സിനെ സദാ കലുഷിതമാക്കുന്ന ചിന്തകളൊക്കെ നിങ്ങൾ മനസ്സിലുണ്ടാകും, അതൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത്. അതിനൊക്കെ മെഡിറ്റേഷൻ അഥവാ ധ്യാനം ചെയ്യുന്നത് നല്ലതാണ്. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വൃത്തിയായി ധ്യാനിക്കുന്നത്, ഒരു അരമണിക്കൂറൊക്കെ ഒന്ന് ധ്യാനം ഇരിക്കുന്നത് ഗുണകരമായിരിക്കും. മനസ്സൊക്കെ ഏകാഗ്രതമാകാൻ ഗുണകരമായിരിക്കും. ഈ അന്യദേശത്ത് സ്ഥിരതാമസമാക്കാൻ ആഗ്രഹിച്ചിരുന്ന ചിത്ര നക്ഷത്രക്കാർക്ക് അതിനുള്ള ഗവൺമെൻറ് സമ്മതപത്രമൊക്കെ ലഭിക്കുന്ന സമയമാണ്. നിങ്ങൾക്ക് സ്വന്തം താല്പര്യങ്ങൾക്കൊക്കെ വേണ്ടി മനസാക്ഷിക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കേണ്ട ചില സാഹചര്യങ്ങൾ കാണുന്നുണ്ട്. നിങ്ങൾക്ക് ദമ്പതിഭാവം ഗുണകരമാണ്. ഇണയുമായിട്ടുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറിക്കിട്ടുന്ന സമയമാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസം. എടുത്തു പറയേണ്ടത്, ചില അപ്രതീക്ഷിതമായ തിരിച്ചടികൾ നിങ്ങൾക്ക് നേരിടേണ്ടതായിട്ടൊക്കെ വരുന്നൊരു സമയമാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസം. നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ തിരിച്ചടികളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കരുതിയിരിക്കുക. നിങ്ങൾക്ക് ചില അപകട സാധ്യതകളും ഈ സമയത്ത് കാണുന്നുണ്ട്. നിങ്ങൾ നന്നായിട്ട് സൂക്ഷിക്കേണ്ട ഒരു സമയമാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസം. നിങ്ങളുടെ ആകുല ചിന്തകൾ മനസ്സ് അസ്വസ്ഥമാക്കുന്നതാണ്. മാനസികമായിട്ട് വളരെ പ്രഷർ ഭയങ്കര ഭാഗമായിട്ട് തോന്നുന്ന സമയമാണ്. മനസ്സ് അസ്വസ്ഥമായിക്കൊണ്ടിരിക്കും പല കാരണങ്ങളിൽ. നിങ്ങൾ പ്രവർത്തന രംഗത്തൊക്കെ ആത്മാർത്ഥത കാണിക്കുമെങ്കിലും വേണ്ടത്ര പ്രയോജനമൊന്നും പ്രവൃത്തിയിൽ ലഭിക്കുകയില്ല. സാമ്പത്തിക ഇടപാടുകളിൽ നീതി പുലർത്താൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. നിങ്ങൾ കാര്യമാണെങ്കിൽ കടം വാങ്ങിയിട്ടുണ്ടെങ്കിലൊക്കെ തിരിച്ചു കൊടുക്കാൻ സാധിക്കാത്ത സമയമാണ്. ചില രോഗങ്ങൾക്ക് അടിമപ്പെടാനുള്ള സാഹചര്യവും കാണുന്നുണ്ട്. നിങ്ങൾ ഇഷ്ടജനങ്ങളുടെ വിയോഗം മനസ്സ് അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. മതപരമായ കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ സമയത്ത് ശ്രദ്ധിക്കുന്നത് ഗുണകരമായിരിക്കും. ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തുന്നതൊക്കെ ഗുണകരമായിരിക്കും. അകാരണമായിട്ടുള്ള തടസ്സങ്ങളെയൊക്കെ അതിജീവിക്കാനായിട്ടുള്ള പരിശ്രമം, അത് അശ്രാന്തമായ പരിശ്രമം വേണ്ടി വരും. നന്നായിട്ട് പരിശ്രമിക്കേണ്ടിയൊക്കെ വരും. നിങ്ങൾ ഒരു കാര്യമില്ലാതെ നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളം പ്രതിസന്ധികൾ, തടസ്സങ്ങളൊക്കെ നേരിടുന്നതാണ്. നിങ്ങൾ നവഗ്രഹ ക്ഷേത്ര ദർശനം ഗുണകരമാണ്. നവഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്തുന്നത് ഗുണകരമായിരിക്കും. വ്യാഴാഴ്ച ദിവസങ്ങളൊക്കെ വ്യാഴഗ്രഹ പൂജയൊക്കെ ചെയ്യുന്നത് ഗുണകരമാണ്. പ്രവർത്തന മേഖലയിലൊക്കെ സന്താനങ്ങളുടെ സഹായം ലഭിക്കുന്നതാണ്. സന്താനങ്ങൾ താങ്ങും തണലുമായിട്ടൊക്കെ, പെൺകുട്ടികളൊക്കെ പ്രത്യേകിച്ച് പിതാക്കന്മാർക്ക് വേണ്ടി താങ്ങും തണലുമായിട്ടൊക്കെ നിൽക്കാനുള്ള സാഹചര്യങ്ങൾ കാണുന്നുണ്ട്. ഇതുവരെ ഉണ്ടായിരുന്നതൊക്കെ അപേക്ഷിച്ച് ജീവിതത്തിന് ചില അടുക്കും ചിട്ടയും ഒക്കെ ഉണ്ടാകാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്ന സമയമാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുണഫലങ്ങളുടെ മാറ്റ് വർദ്ധിപ്പിക്കുവാനും ദോഷഫലങ്ങളുടെ കാഠിന്യം കുറയ്ക്കുവാനുമായിട്ട് സമയം ദോഷമുണ്ട്. അപ്പോൾ അത് കുറയ്ക്കാനായിട്ട് നിങ്ങൾ ബുധനാഴ്ചകളിൽ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം, വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്രം ഒക്കെ ദർശിക്കുന്ന ഗുണകരമാണ്. വ്യാഴാഴ്ച നവഗ്രഹ ക്ഷേത്ര ദർശനം നടത്തിയിട്ട് നവഗ്രഹ പൂജ ചെയ്യുക. ശനിയാഴ്ച ശനീശ്വര പൂജ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഗുണകരമാണ്. ബുധനാഴ്ച ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ദർശിക്കുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പ്രണവഗായത്രി മന്ത്രാർച്ചന രാവിലെ ഒരു 6 മണിക്കും ഉള്ളിൽ ചെയ്യേണ്ടതാണ്. ഒത്തിരി അങ്ങോട്ട് നേരം വെളുത്ത്
നേരം ഉദിച്ചു വരുന്ന സമയത്തൊക്കെ ചെയ്യുന്നത് വളരെ ഗുണകരമായിരിക്കും. പ്രണവഗായത്രി മന്ത്രാർച്ചന ചെയ്യുന്നത് ഗുണകരമാണ്. വിഷ്ണു ക്ഷേത്രമാണെങ്കിൽ മഹാസുദർശന മന്ത്രാർച്ചന ചെയ്യുന്നത് ഗുണകരമാണ്. ശിവക്ഷേത്ര ദർശനം ചെയ്യുന്നവരാണെങ്കിൽ ശനിയാഴ്ച അഘോര മന്ത്രാർച്ചന ചെയ്യുന്നത് ഗുണകരമാണ്. ജലധാര നടത്തുന്നത് ഗുണകരമാണ്. കൂവളത്തില ഭഗവാന് സമർപ്പിക്കുന്നത് ഗുണകരമാണ്. ഒക്കെ ചെയ്ത് ഇപ്പം നിലവിലുള്ള പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.